بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ച തമ്പുരാൻ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടെ മരിക്കാനും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂലമായ സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ്, നമസ്കാരങ്ങളും ഇബാദത്തുകളും എല്ലാം അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ നമ്മൾ പ്രകൃതി വിരുദ്ധമായ ബ്രഹ്മചര്യവും പ്രകൃതിത്വമായ വിവാഹവും എന്ന രണ്ട് കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇന്ന് പറയാനുള്ളത് മനുഷ്യന്റെ സമാധാനത്തിന് ദാമ്പത്യ ജീവിതം വഹിക്കുന്ന പങ്കും ആ വിഷയത്തിലുള്ള ലൈംഗിക ജീവിതത്തിന്റെ, ലൈംഗിക ബന്ധത്തിന്റെ പ്രസക്തിയും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവാഹം നിശ്ചയിച്ചു തന്നത് സമാധാനത്തോടെ ജീവിക്കാനാണ് എന്ന് ഖുർആൻ പറയുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ ഇണകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ ആ ഇണയിലൂടെ ശാന്തി കണ്ടെത്താൻ വേണ്ടിയാണ്, സമാധാനത്തോടെ ജീവിക്കാനാണ്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പൊ വിവാഹ ജീവിതം എന്നുള്ളത് മനുഷ്യന്റെ സമാധാനത്തിനാണ്, അതിൽ തർക്കമില്ല. കാരണം ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ആർക്കെങ്കിലും വിവാഹം കഴിച്ചാൽ സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് തെറ്റുപറ്റിയത് ഖുർആനിനല്ല, നമ്മൾ ട്രാക്ക് മാറിപ്പോയി എന്നുള്ളിടത്താണ് തെറ്റ്. കോട്ടയത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ അത് ട്രാക്കിലൂടെ സഞ്ചരിച്ചാൽ ആ പറഞ്ഞ സമയത്ത് ഡൽഹിയിലെത്തും. അത് റെയിൽവേ നമുക്ക് നൽകുന്നൊരു ഉറപ്പാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്, നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്, പടച്ചവന്റെ ഉറപ്പാണ്. അപ്പൊ ആർക്കെങ്കിലും ആ സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അതിന് പടച്ചോ നിശ്ചയിച്ച ട്രാക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എന്നാണ്. പാളം തെറ്റിയാണ് ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ പാളത്തിലേക്ക് വണ്ടി തിരിച്ചു കയറ്റുക, അതാണ് അള്ളാഹു ഓഫർ ചെയ്യുന്ന സമാധാനം വീണ്ടെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത്. സുക്കൂൻ എന്നാണ് അറബിയിൽ സമാധാനത്തിന് പറയുന്ന പേര്, സുക്കൂൻ. മസ്കൻ എന്നാണ് അറബിയിൽ വീടിന് പറയുന്ന പേര്. മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള സ്ഥലം, ശാന്തതയുള്ള, സമാധാനമുള്ള സ്ഥലം എന്നാണ് അതിനർത്ഥം. അപ്പൊ വീട് മസ്കനായി മാറണമെങ്കിൽ വീട്ടിൽ സമാധാനമുണ്ടാകണം. വീടിന് പറയുന്ന മറ്റൊരു പേരാണ് ബൈത്ത്. ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തോടെ രാത്രി ശാന്തിയോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന സ്ഥലം എന്നാണ്. ബാത്ത് ബീത്ത് ബൈത്ത്. മറ്റൊരു പേര് ദാറ എന്നാണ്. ദാറ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിയതിനർത്ഥം. വീടിന് ദാറെന്ന് പറയാൻ കാരണം വീടിന്റെ ചുറ്റും സമാധാനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസമാധാനം ഒരിക്കലും വീട്ടിലേക്ക് വരാൻ പാടില്ല. മൻസിൽ എന്ന് മറ്റൊരു വാക്കുണ്ട് അറബിയിൽ വീടിന്, ഇറക്കി വെക്കുന്ന സ്ഥലം എന്നാണ്. എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ കഴിയുന്ന സ്ഥലമാണ് വീട്. അതോടുകൂടി ആ ഭാരമൊക്കെ തീരണം. എന്ത് ഭാരവുമായിട്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിൽ അത് ഇറക്കി വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാകണം. അതോടുകൂടി ഭാരം തീർന്നു.
പക്ഷെ ഇങ്ങനെയൊന്നും പലപ്പോഴും നമ്മുടെ വീടുകളാകുന്നില്ല. വിവാഹം കഴിച്ച ആളുകൾക്ക് പോലും അതിലൂടെ സമാധാനം ലഭിക്കുന്നില്ല. പലപ്പോഴും ഒരു അസമാധാനത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഞാനൊരു 2 സംഭവം പറയാം. ഇപ്പൊ പരിശുദ്ധ റമദാൻ ഇന്ന് 7 തുടങ്ങിയത് വ്യാഴാഴ്ചയാണ്. അന്നൊരു ആത്മഹത്യ നടന്നു. ബുധനാഴ്ച വൈകിട്ട് മാസപ്പിറവി കാണുന്നു. അന്ന് രാത്രി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. കോട്ടയം ജില്ലയുടെ തൊട്ടടുത്തൊരു ജില്ലയിൽ. ഞാനത് ജില്ലയും അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളല്ല കാരണം. അദ്ദേഹത്തിന്റെ മരണശേഷം സാമ്പത്തിക ആസ്തി നോക്കുമ്പോൾ 50 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഭൂമി എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ അദ്ദേഹത്തെ അറിയുമായിരിക്കും. അപ്പൊ സാമ്പത്തികമായൊരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം പോയി ഒരു കത്തി വാങ്ങി, ഒരു കയറും വാങ്ങി. ബുധനാഴ്ച തൂങ്ങിച്ചാകുമ്പോൾ ധരിക്കാനുള്ള പുതിയ ഡ്രസ്സും വാങ്ങി. അങ്ങനെ നിലാവ് കണ്ട് മാസം ഉറപ്പിച്ചതിന് ശേഷം പരിശുദ്ധ റമദാനിന്റെ 1-ാം ദിവസം രാത്രി തഹജ്ജുദിന്റെ സമയത്തായിരിക്കണം അദ്ദേഹം സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലാന്ന് മനസ്സിലായല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ആത്മീയ നിലവാരം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വർഷത്തിൽ 6 പ്രാവശ്യം ഉംറ ചെയ്യുന്നയാള്, വർഷത്തിൽ 6 പ്രാവശ്യം ഉംറ ചെയ്യുന്നയാള്. കൺസെഷനാണ് അദ്ദേഹത്തിന്റെ ജോലി. എവിടെ സാധുക്കൾക്ക് വീട് വേണമെന്ന് പറഞ്ഞാലും വെച്ചുകൊടുക്കാൻ, സ്വന്തം വെച്ചുകൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യൻ. സ്വന്തമായി വീട് വെച്ചു കൊടുക്കുക പാവങ്ങൾക്ക്. അങ്ങനെ വച്ചുകൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പല സംഘടനകളും അഭിനന്ദിച്ച ഷീൽഡുകൾ അദ്ദേഹത്തിന്റെ ഷോക്കേസിൽ ഇപ്പോഴും നിറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഷോക്കേസ്. സക്കാത്തും സദക്കയൊക്കെ കൃത്യമായി കൊടുക്കും. ദാനധർമ്മങ്ങൾക്കൊരു പിശുക്കുമില്ല. ബ്ലേഡ് താടിയിൽ തൊടുകയില്ല. താടി വടിക്കൽ ഹറാമായതുകൊണ്ട് ബ്ലേഡ് താടിയിൽ തൊടൂല. അങ്ങനെ താടി നീട്ടി വളർത്തുന്ന ഒരു മനുഷ്യ ചെറുപ്പക്കാരൻ, ഏകദേശം 40 വയസ്സ്. അപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ദീനിയായ കുറവുകളും നമ്മുടെ ദൃഷ്ടിയിലില്ല. വിവാഹിതനാണ്, 2 പെൺകുട്ടികളുടെ പിതാവാണ്. 22 വയസ്സിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചു. തൊട്ടു മുന്നിലുള്ള വീട്ടിൽ നിന്നും ഒരു റോഡിന്റെ അപ്പുറം ഭാര്യയുടെ വീട്, ഇപ്പുറത്ത് ഭർത്താവിന്റെ വീട്. പ്രേമിച്ച് വിവാഹം കഴിച്ചു. വിവാഹ ജീവിതം നാളുകൾ നീങ്ങി, ഭാര്യയുമായി പ്രശ്നങ്ങളായി. അവസാനം ഭാര്യ ഷാഫി മദ്ഹബുകാരിയും ഭർത്താവ് ഹനഫി മദ്ഹബുകാരനുമാണ്. ഷാഫി മദ്ഹബിന്റെ നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഭാര്യ തന്റെ ഭർത്താവിന് ഫസ്ഖ് ചെയ്തു, വിവാഹബന്ധം ഏർപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കായി ജീവിക്കുക. ഇദ്ദേഹം ഇടക്കിടക്ക് സ്പെഷ്യലായ ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടി, ബിരിയാണിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ 2 മക്കൾക്കും വാങ്ങും, അതിന്റെ കൂടെ കുറച്ച് കൂടുതൽ വാങ്ങും. അപ്പൊ ചോദിച്ചാൽ പറയുന്നത് അവള് തിന്നട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയല്ല ഇപ്പോൾ ഫസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൊടുക്കും. ഈ മനുഷ്യനാണ് പരിശുദ്ധ റമദാനിന്റെ 1-ാമത്തെ രാത്രിയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യക്ക് ശേഷം ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തു അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന്. ഈ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. എന്റെ 2 പൊന്നുമക്കൾക്ക് ചക്കര ഉമ്മ, അവൾ ജീവിക്കട്ടെ. ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ ഭാര്യ ജീവിക്കട്ടെ. ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ ഓടി വന്നു. ആ സ്ത്രീ വന്നു. ഒരുപക്ഷെ 2 ലക്ഷങ്ങൾ ഉണ്ടായിരിക്കാം, ഞാനത് വെളിപ്പെടുത്തുന്നില്ല. ഒരിറ്റ് കണ്ണീര് പോലും ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് വീണില്ല. എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? അള്ളാഹു പറയുന്നു, ലിതസ്കുനു ഇലൈഹ, വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കും. ഇവിടെ മനുഷ്യൻ വിവാഹം കഴിച്ചിട്ട് ശാന്തി ലഭിക്കാതെ ഒരു കയറിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഈ പരിശുദ്ധ റമദാനിന്റെ 1-ാം ദിവസം അവസാനിപ്പിക്കുകയാണ്.
ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ഏറ്റവും പുതിയ സംഭവം എന്ന നിലയ്ക്കും നമ്മുടെ പരിസരത്ത് എന്ന നിലയ്ക്കും ഞാനത് ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 2007 മലയാള മനോരമ ദിനപത്രത്തിലൊരു വാർത്ത വന്നു. അതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കാണ്ടാമൃഗം തന്റെ കൊമ്പിൽ ചോരയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതിന്റെ 2 കൊമ്പിലും ഇങ്ങനെ ചോരയുമായി നിൽക്കുന്ന ഫോട്ടോയാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. സംഭവം തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗമാണത്. അവിടെ 2 കാണ്ടാമൃഗം ഉണ്ടായിരുന്നു അന്ന്, ഒരാണും ഒരു പെണ്ണും. അതിൽ ഈ ആൺ കാണ്ടാമൃഗം അതിന്റെ ജീവനക്കാരൻ, അതിന് ഭക്ഷണം കൊടുക്കുന്ന, അതിനെ പരിരക്ഷിക്കുന്ന ജീവനക്കാരനെ കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്ന ചോരയുമായിട്ടാണ് മനോരമ ഈ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. ആ കൊമ്പിൽ കാണുന്ന ചോര കൊത്തിക്കൊല്ലുന്നതിന് മുമ്പ് വരെ ഈ കാണ്ടാമൃഗത്തിന് തീറ്റ കൊടുത്ത മനുഷ്യന്റെ, ആ ജീവനക്കാരന്റെ ചോരയാണ് ഈ കൊമ്പിൽ കാണുന്നത്. മൃഗശാല വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. എന്താണ് ഇതിന്റെ കാരണം? സത്യത്തിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഒരു കണ്ടെത്തിയത്, ഈ കാണ്ടാമൃഗം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇണ ചേരുക. അതൊരു കൃത്യമായൊരു സമയമുണ്ട്. ആ സമയത്ത് അതിനെ ഇണചേരാൻ ഈ മനുഷ്യൻ അനുവദിച്ചില്ല, ഈ പരിചാരകൻ അനുവദിച്ചില്ല. അതയാൾ മനസ്സിലാക്കിയയാള് അതിന്റെ പെൺ കാണ്ടാമൃഗത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചില്ല. അതിന് തന്റെ ലൈംഗിക വികാരത്തെ അനുവദിക്കപ്പെട്ട പ്രകൃതിദത്തമായ രീതിയിൽ അത് ചെലവഴിക്കാനുള്ള അവസരം നിഷേധിച്ച ആ പരിചാരകനോടുള്ള ഈ കാണ്ടാമൃഗത്തിന്റെ പകവീട്ടലായിരുന്നു ആ കൊലപാതകം. അപ്പൊ മനുഷ്യനിൽ മാത്രമല്ല മൃഗങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിദത്തമായി കൊടുത്തിരിക്കുന്ന ലൈംഗികത എന്ന് പറയുന്നത്, അത് നിർവഹിക്കപ്പെടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മനുഷ്യനും വയലന്റാകും, മൃഗങ്ങളും വയലന്റാകും. ആ വയലേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒട്ടനവധി കുടുംബങ്ങളിലും കാണുന്നത്. കുടുംബ പ്രശ്നങ്ങളുമായി വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു 80-90% പ്രശ്നങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലൈംഗിക ആസ്വാദനം മനുഷ്യന് തന്റെ ലൈംഗിക ദാമ്പത്യ ജീവിതത്തിൽ നിഷേധിക്കപ്പെടുമ്പോൾ, അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അത് ഭാര്യയോടുള്ള തന്റെ ഇണയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും. ഇതൊന്നും തുറന്നു പറയില്ല. അത് പല രീതിയിൽ അവളോടുള്ള എതിർപ്പായിട്ടും അവളോടുള്ള വഴക്കായിട്ടും ദേഷ്യമായിട്ടും പുരുഷന്മാർ പ്രകടിപ്പിക്കും. നേരെ മറിച്ച് സ്ത്രീകൾ ഇങ്ങോട്ടും പ്രകടിപ്പിക്കും. അവിടെയാണ് വിവാഹ ജീവിതം, ആ വിവാഹ ജീവിതം മനുഷ്യന് നൽകുന്ന മനസംതൃപ്തിയും അതിൽ ലൈംഗികത വഹിക്കുന്ന പങ്കും എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. ഇതിന് പ്രായപരിധി ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനോട് ചോദിച്ചാൽ പറയും, ഒരു പുരുഷന്റെ ലൈംഗിക വികാരം എപ്പോൾ തീരുന്നു ചോദിച്ചാൽ അപ്പൊ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റോടെ ഉണ്ടാവുന്ന. ഇത് ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല, ഇതൊരു ആക്ഷേപാർഹമായ ഒരു കാര്യവുമല്ല. പടച്ച തമ്പുരാൻ, മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യനിൽ കൊടുത്തൊരു വൈകാരികതയാണ്. അത് മറച്ചുവെക്കാൻ കഴിയില്ല. അതിന് വീടാനുള്ള അനുവദനീയമായൊരു മാർഗമാണ് പടച്ചോൻ ഒരുക്കി കൊടുത്തത്. വിവാഹം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം, മനുഷ്യേതര ജീവികൾക്ക് അതില്ലല്ലോ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചു വച്ചില്ല. പ്രവാചകൻ ഒരു കപട സദാചാരകനായിരുന്നില്ല. നബി പറയേണ്ടത് ഉറക്കെ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് 3 കാര്യങ്ങളോടാണ് ഇഷ്ടമുള്ളത്. എനിക്ക് ദുനിയാവിൽ 3 കാര്യങ്ങളോടെ ഇഷ്ടമുള്ളൂ. ഒന്ന് അത്ആമു, ഭക്ഷണമാണ്. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. എനിക്ക് അള്ളാഹു സ്വർഗത്തിൽ തരും. വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് പ്രവാചകൻ ജീവിച്ചത് പലപ്പോഴും. ഭക്ഷണം കിട്ടിയിട്ടില്ല, പ്രവാചകന് ഇഷ്ടമായിരുന്നു. രണ്ടാമത്തത് തീബു, സുഗന്ധമാണ്. സുഗന്ധം എനിക്ക് ഇഷ്ടമാണ്. കാന യുസ്രിഫുലി തീബി അക്ഫറമായ യുസ്രിഫുലി ത്വാമി എന്ന ഹദീസിൽ കാണാം. ഭക്ഷണത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ പ്രവാചകൻ പൈസ ചെലവഴിച്ചിരുന്നത് സുഗന്ധം വാങ്ങാനാണ്. സുഗന്ധം അത്രമേൽ പ്രവാചകന് ഇഷ്ടമായിരുന്നു. മൂന്നാമത് എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള കാര്യം അന്നിസാവു, എന്റെ ഭാര്യമാരാണ്. എനിക്ക് എന്റെ ഭാര്യമാരുടെ അത്ര ഇഷ്ടമുണ്ട്. അത് തുറന്നു പറയാണ് പ്രവാചകൻ, അവിടെ അത് ഒളിച്ചു വെക്കുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന യതൂഫു അലാ നിസാഇഹി ബിഗസ്ലത്തിൻ വാഹിദ. ഒരൊറ്റ കുളി കൊണ്ട് പ്രവാചകൻ എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോകുമായിരുന്നു. 9 ഭാര്യമാർ ഒരേ സമയത്തുണ്ട് എന്ന് പറഞ്ഞാൽ 9 ഭാര്യമാരെ സമീപിച്ചിട്ട് പ്രവാചകൻ ഒന്നേ കുളിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ പരിചാരകനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് കേട്ടവർ ചോദിക്കുന്നുണ്ട്, അവ യുത്തീഖു ദാലിക, റസൂലിന് അതിനൊക്കെ ആരോഗ്യമുണ്ടോ, ഇത്ര കഴിയുമോ?
അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ മനസ്സിലാക്കാറുണ്ടായിരുന്ന പ്രവാചകന് 30 പുരുഷന്മാരുടെ ആരോഗ്യമുണ്ട്. 30 പുരുഷന്മാരുടെ ആരോഗ്യം പ്രവാചകനുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രവാചകന്റെ ആരോഗ്യം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും പ്രവാചകന്റെ കിടപ്പറ രഹസ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ ഇന്ന് ഹദീസിൽ നമുക്ക് ലഭ്യമാണ്. ഇതൊന്നും ഒരു കപട സദാചാരത്തിന്റെ വിഷയമല്ലത്. ഇത് മറച്ചുവെക്കേണ്ട കാര്യവുമല്ല. അവിടെ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നതും ഇമാം ബുഖാരി മുസ്ലിം ആ ഹദീസ് ഉദ്ധരിക്കുന്നതും, ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കുളിക്കൽ നിർബന്ധമുണ്ടോ, ഉറങ്ങാൻ വേണ്ടി കുളിക്കണമോ എന്നൊരു വിഷയമുണ്ട്. കുളി എന്നുള്ളത് ഉടനെ കുളിക്കൽ നിർബന്ധമില്ല. കുളി നിർബന്ധമുണ്ട്, ഉടനെ കുളിക്കേണ്ടതില്ല. പക്ഷെ അവൻ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒളു ചെയ്യൽ സുന്നത്താണ്. കുളിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ഒളു ചെയ്തിട്ട് കിടന്നുറങ്ങുക, ഒളു ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക, അതൊരു സുന്നത്താണ്. പ്രവാചകൻ അങ്ങനെ ചെയ്യാറുണ്ട്, നേരെ മറിച്ച് ചെയ്തിട്ടുണ്ട്. അതും അനുവദനീയമാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിക്ഷിപ്തമാക്കിയ നൈസർഗികമായ പ്രകൃതിത്വമായ ആ വൈകാരികതയെ പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതും കൂടി വിവാഹത്തിന്റെ ലക്ഷ്യമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയുമായി 4 മാസത്തിൽ കൂടുതൽ അകന്നു നിൽക്കാൻ പാടില്ല. ശാരീരിക ബന്ധം ഇസ്ലാം 4 മാസത്തിലൊരിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. 4 മാസത്തിലൊരിക്കൽ നിർബന്ധമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ രാത്രി ഇങ്ങനെ പ്രജകളുടെ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു പാട്ട് പാടുന്നുണ്ട്. തതാവല ഹാദൽ ലൈലു വസ്വദ ജാനിബു വഅറാകനി അല്ലാ ഖലീലി ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി ലൗലാ അവാഖിബു ലഹറക മിൻ ഹാദസ് സരീരി ജവാനിബു. ഈ രാത്രി നേരം വെളുക്കുന്നില്ലല്ലോ, ഇതൊരു കാളരാത്രിയാണല്ലോ. ഒരു പെണ്ണ് പാടുകയാണ്. നേരം വെളുക്കാത്തത് എന്താണ്? എന്റെ ചുറ്റും ഇരുളുമുട്ടിയിരിക്കുകയാണല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ, എന്റെ കൂടെ എന്റെ ഭർത്താവില്ലല്ലോ. അള്ളാഹുവിനോടുള്ള ഭയം എന്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ, ലജ്ജയും അള്ളാഹു എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ, ഇന്നെന്റെ ഭർത്താവിന് പകരം എന്റെ കൂടെ വേറൊരാൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് ആ പെണ്ണ് പാടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് വല്ലാത്ത വേദന തോന്നി. എന്റെ ഖിലാഫത്തിൽ ഒരു പെണ്ണിങ്ങനെ പാട്ട് പാടുകയോ, ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു. ആ പെണ്ണിന്റെ ഭർത്താവ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ വഹുവ ഗായിബുൻ ഫീ സബീലില്ലാഹ്, അദ്ദേഹം യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ഭർത്താവ് യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ നേരെ മകൾ ഹഫ്സയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഹഫ്സയുടെ അടുക്കലൊന്ന് ചോദിച്ചു, മോളെ, ഒരു ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഒരു ഭാര്യയ്ക്ക് എത്ര നാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും? അപ്പൊ ഹഫ്സ ചോദിച്ചത്, മിഥുലുക്ക മിഥുലി യസ്അലു അൻ ഹാദ, വാപ്പ നിങ്ങളെപ്പോൾ ഒരു വാപ്പയ്ക്ക് ഒരു മകളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഇത്? ഇതൊക്കെ ഒരു വാപ്പ മകളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ, എനിക്കറിയാം അതൊക്കെ, പക്ഷെ ഞാൻ ഈ രാജ്യത്തിന്റെ ഖലീഫയാണ്. ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങൾക്ക് ഞാൻ പരിഹാരം കാണണ്ടേ? അതിനെനിക്ക് പരിഹാരം കാണണ്ടേ? ഞാൻ നിന്നോടല്ലാതെ ആരോട് ചോദിക്കും? അപ്പോൾ ഹഫ്സ പലതും പറഞ്ഞു. 6 മാസം പറഞ്ഞു, അവസാനം 4 മാസം പറഞ്ഞു. പിന്നെ ഹഫ്സ മാറിയിട്ടില്ല. ഹഫ്സ അവസാനം പറഞ്ഞ വാക്ക് 4 മാസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഓർഡർ കൊടുത്തു, ഇനി മുതൽ 4 മാസത്തിൽ കൂടുതൽ ഭാര്യയുമായി ഒരു ഭർത്താവ് അകന്നു നിൽക്കാൻ പാടില്ല. നിങ്ങൾ യുദ്ധത്തിന് പോകുന്നെങ്കിൽ പൊയ്ക്കോ, പക്ഷേ 1 മാസം വഴിദൂരമുള്ള സ്ഥലത്തേക്കാണ് യുദ്ധത്തിന് പോകുന്നതെങ്കിൽ 2 മാസമേ യുദ്ധക്കളത്തിൽ നിൽക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് തിരിക്കണം. 1 മാസം അങ്ങോട്ട് പോകാൻ, 1 മാസം ഇങ്ങോട്ട് വരാൻ, 2 മാസം യുദ്ധക്കളത്തിൽ. അതൊരു ഓർഡറാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇനി പ്രവാസികൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കണം. ശാസ്ത്രീയമായി വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത്, ഒരു വർഷത്തിൽ 100 പ്രാവശ്യമെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവന് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നു. അതുകൊണ്ടാണല്ലോ ജമാഅത്ത് പോകുമ്പോൾ 4 മാസം ജമാഅത്തിന്റെ അറിവില്ലേ, 4 മാസം ജമാഅത്തുള്ളൂ, 6 മാസം ജമാഅത്തില്ല. ഒരിക്കലും ഒരു ജമാഅത്തിന് വേണ്ടി തസ്കീൽ ചെയ്യുമ്പോൾ, ഒരു പള്ളിയിൽ വെച്ച് ഒരു മൗലാന തസ്കീൽ ചെയ്യുമ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ 1 കൊല്ലം പാന്ന് പറഞ്ഞു. അപ്പൊ വേറൊരാള് പറഞ്ഞു, ഞാൻ കല്യാണം ഇന്നലെ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മൗലാന പറഞ്ഞു, ഇപ്പൊ നിനക്ക് ജമാഅത്തല്ല എന്നല്ല, ഇപ്പൊ നിനക്ക് ജിമാ എന്നല്ലെന്ന് പറഞ്ഞു. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഈ പ്രകൃതിത്വമായ രീതി അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് വൈലേഷൻ ഉണ്ടായിത്തീരും. മനുഷ്യൻ പൊട്ടിത്തെറിക്കും, അവന്റെ കുടുംബജീവിതം തകരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിപാടി, ഈ ഒരു സംവിധാനം നമുക്ക് നിശ്ചയിച്ചു തന്നത്, അതിനെ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പൊ റമദാൻ മാസമാണല്ലോ. വിശുദ്ധ റമദാൻ നിർബന്ധമാക്കുമ്പോൾ ഇന്നത്തെ രൂപത്തിലല്ല നിർബന്ധമാക്കിയത്. ഒരു ആയത്ത് ഖുർആനിലുണ്ട്, സൂറത്തുൽ ബഖറയിൽ 187-ാമത്തെ ആയത്ത്. ഫമാ ഫരിഹു ബി അയ്യി ആയത്തിൻ മാ ഫരിഹ ബി ഹാദിഹിൽ ആയ.
സഹാബാക്കൾക്ക് ഖുർആനിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ആയത്തെന്നാണ് ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ ഉണ്ടായ സന്തോഷം വേറൊരു ആയത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതല്ല. ഏതാണ് ആയത്തെന്നറിയോ? ഉഹില്ലലൈക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും. ഒരു സുദീർഘമായ ആയത്താണ്. അതായത് റമദാൻ മാസം ആദ്യകാലത്ത് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ 2 നിയമങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. രാത്രി മഗ്രിബായി കഴിഞ്ഞാൽ, മഗ്രിബായാൽ നോമ്പ് തുറക്കാം, പക്ഷേ മഗ്രിബിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ ഭക്ഷണം കഴിക്കരുത്. മുൻഗാമികളുടെ നോമ്പ് ഇങ്ങനെയായിരുന്നു. നമുക്ക് മാത്രം അല്ലാഹു തആല നൽകിയൊരു വിട്ടുവീഴ്ചയാണ്. രാത്രി ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും സുബഹി വരെ ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു വിട്ടുവീഴ്ച നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ബനി ഇസ്രായേലിയുടെ നോമ്പെന്ന് പറഞ്ഞാൽ മഗ്രിബിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ ഉറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതായിരുന്നു നിയമം. ഈ നിയമം നിലവിലിരിക്കുകയാണ്. ഒരു സഹാബി കർഷകനായ ഒരു സഹാബി, സലമത്ത് ബിൻ ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പകല് മുഴുവനും കൃഷിത്തോട്ടത്തിൽ ജോലിയെടുക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരു ദിവസം റമദാൻ മാസം വൈകുന്നേരം അദ്ദേഹം വന്നു, ഭാര്യയോട് ചോദിച്ചു ഭക്ഷണം വല്ലതും കഴിക്കാൻ തോന്നിച്ചു. നോമ്പാണ് പകല് മുഴുവനും, നോമ്പ് പിടിച്ചുകൊണ്ട് പണിക്ക് പോയി വൈകുന്നേരം വന്നു. ഭാര്യയോട് ഭക്ഷണം ചോദിച്ചു. ഭാര്യ പറഞ്ഞു ഭക്ഷണമൊന്നും ഇല്ല കഴിക്കാൻ. ഞാൻ അന്വേഷിച്ച് അയൽവീട്ടുകളിൽ ചോദിച്ചിട്ട് വരാം, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭാര്യ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അയൽവക്ക വീട്ടിലേക്ക് പോയി. ഈ മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത മനുഷ്യനാണ്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഭാര്യ ഭക്ഷണമായി വരുമ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ്. വൈലക്, ഇനി എന്ത് ചെയ്യും, നീ ഉറങ്ങിപ്പോയല്ലോ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുകയും ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ പിറ്റേ ദിവസവും നോമ്പനുഷ്ഠിക്കുക. അദ്ദേഹം ബോധരഹിതനായി വീഴുന്നുണ്ട്. പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നബി ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം കൂടിയുണ്ട്. അന്ന് വേറൊരു നിയമം കൂടി ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലും ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല. ഒരു മാസക്കാലം രാത്രിയും പകലും പാടില്ല. അങ്ങനെയാണ് ആദ്യം ഇറങ്ങിയത്. ആദ്യത്തെ നോമ്പ് അങ്ങനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റമദാൻ മാസം ഇതേ വ്രതാനുഷ്ഠാനം നോമ്പുള്ള ഒരു കാലത്ത് അദ്ദേഹം ഇതേപോലെ രാത്രി തന്റെ ഭാര്യ, അണിഞ്ഞൊരുങ്ങിയ ഭാര്യയിൽ ആകൃഷ്ടനായി ശാരീരിക ബന്ധം സംഭവിച്ചു. ഈ 2 സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അതിന്റെ സബബുൻ നുസൂൽ അതാണ്. അള്ളാഹു പറഞ്ഞു ഉഹില്ലലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു ലൈലത്ത സിയാമി, നോമ്പിന്റെ രാത്രി കാലങ്ങളിൽ അർറഫത്തു ഇലാ നിസായിക്കും, ഭാര്യ ഭർത്തൃ ബന്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ, ഇത്രയും നാൾ നിഷിദ്ധമായിരുന്നു, ഇനി മുതൽ അനുവദിക്കപ്പെട്ടിരിക്കുക. ഹുന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന, അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവളുടെയും വസ്ത്രമാണ്. അലിമല്ലാഹു, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ ചതി ചെയ്തിട്ടുണ്ടെന്ന് പടച്ചോൻ അറിഞ്ഞിട്ടുണ്ട്. ഉമർലാനെ ഉദ്ദേശിച്ച പറയുന്നത്, നിങ്ങൾക്ക് അക്കടി പറ്റിയിട്ടുണ്ടെന്ന് പടച്ചോൻ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഉമർലാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നേ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഫകുലു വശ്റബു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലും വെളുത്ത നൂലും തിരിച്ചറിയുന്നതുവരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന് നിയമം ഇറങ്ങി. കറുത്ത നൂലും വെളുത്ത നൂലും തിരിച്ചറിയുന്നതുവരെ ഭക്ഷണം കഴിക്കാം, അത്രേ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു സഹാബിയുണ്ട്, അദീബുൻ ഹാത്തിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ ആയത്തിറങ്ങിയപ്പോ തന്റെ തലയിനയിൽ 2 നൂലുകൾ എടുത്തു വെച്ചു. ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കും. ഇത് 2 തിരിച്ചറിയുന്ന സമയം വരെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോ ഇത് 2 തിരിച്ചറിയണമെങ്കിൽ വെയിൽ വരണം, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ നൂല് 2 തിരിച്ചറിയണമെങ്കിൽ സൂര്യൻ ഉദിക്കേണ്ടി വരുമല്ലോ, സൂര്യൻ ഉദിക്കാറാകുമ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മിനൽ ഫജിരി എന്ന ഭാഗം അവതരിക്കുന്നത്. മിനൽ ഫജിരി, പ്രഭാതത്താൽ എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത നൂലും കറുത്ത നൂലും അല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. വെളുത്ത നൂൽ എന്ന് പറഞ്ഞാൽ പകലാണ്, കറുത്ത നൂൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പൊ കാര്യം വ്യക്തമായി. അപ്പൊ പകലും രാത്രിയും വ്യക്തമാകുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഫജ്റുസ്സാദിഖ് വരെ, സുബഹി ബാങ്ക് വിളിക്കുന്നവരെ ഭക്ഷണം കഴിക്കാമെന്നാണ് നിയമമെന്ന. സഹാബാക്കൾ പറയാണ്, ഞങ്ങൾക്ക് ഈ ആയത്തുകൊണ്ടുണ്ടായ സന്തോഷം വേറൊരു ആയത്തുകൊണ്ടുണ്ടായിട്ടില്ല. കാരണം എന്താ? 2 നിയമങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചു, 2 വിട്ടുവീഴ്ച നമുക്ക് നൽകി. ഒന്ന്, രാത്രി ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. 2, രാത്രിയിൽ ഭാര്യ ഭർത്തൃബന്ധം അനുവദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷത്തിന്റേതാണ്, സമാധാനത്തിന്റേതാണ്. പക്ഷെ ട്രാക്ക് തെറ്റിയാൽ അത് അസമാധാനത്തിന്റെയും ആയിത്തീരുമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.